ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അമ്മമാരിൽ ചില അമ്മമാരിലെങ്കിലും ഇപ്പോഴും കണ്ടുവരുന്ന പഴഞ്ചൻ ചിന്താഗതിയെക്കുറിച്ചിട്ട്, ഇപ്പോഴും മാറാത്ത മനസ്സിൻ്റെ പഴഞ്ചൻ ചിന്താഗതിയെക്കുറിച്ചിട്ട് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മകനും മകളും ഒക്കെയുള്ളൊരു വീട്, ഒരു അണുകുടുംബം എന്ന് വിചാരിക്കുക. അവിടെ ഇപ്പോഴും ചില അമ്മമാരെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി, ഇപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും നോർമൽ ഒരു ഫുഡ് ഉണ്ടാക്കി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദോശ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ചുട്ടിട്ട് കിട്ടുന്നില്ല. മേ ബി ഒരു 4-5 എണ്ണം വളരെ വൃത്തിയായിട്ട് റൗണ്ടായിട്ട് തന്നെ ചുട്ടിട്ട് കിട്ടി. പക്ഷേ ബാക്കിയെല്ലാം പൊട്ടിത്തകർന്ന രീതിയിൽ, പൊട്ടിച്ചതറിയ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അമ്മ മകളോട് പറയും, മോളെ നീ പൊട്ടിയതൊക്കെ എടുത്തോ, ഏട്ടനോ അച്ഛനും നല്ലത് വെച്ചേ, നീ അതെടുക്കണ്ട എന്ന് പറയും. അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇപ്പോൾ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെന്ന് വരിക്കുക, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കിയെന്ന് വരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അമ്മ പറയും, മോളെ നീ കുറച്ചെടുത്താൽ മതി, അച്ഛനും ഏട്ടനൊക്കെ വേണം. അത് പിന്നെ നോർമൽ എന്താ പറയുക, കുറച്ചെടുക്കുക എന്നുള്ളത് അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ചില അമ്മമാർ പറയും, നീ അത് ഇപ്പം എടുക്കല്ലേ, അച്ഛനും ഏട്ടനൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ നീ കഴിച്ചാൽ മതി എന്ന് പറയും. അമ്മമാരുടെ കാര്യം പിന്നെ പറയേ വേണ്ട. കാരണം ഇതുപോലെ ക്വാണ്ടിറ്റി കുറഞ്ഞ ഫുഡുകളൊന്നും കഴിക്കാനുള്ള റൈറ്റ്സ് ഇല്ല അവർക്കെന്നുള്ള രീതിയിലാണ് അവർ തന്നെ ബിഹേവ് ചെയ്യുക. പിന്നെ കൂടുതൽ നമ്മൾ അവർക്ക് വേണ്ടി ബാധിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അത്തരത്തിലുള്ള എന്തിനാ അങ്ങനെ ഒരു പ്രവൃത്തി. കാരണം എന്താണോ ക്വാണ്ടിറ്റി വീട്ടിലുണ്ടാക്കുന്നത് അത് ഈക്വലായിട്ട് കഴിച്ചാൽ പോരെ. എല്ലാവരും ഈക്വലായിട്ട് ഷെയർ ചെയ്ത്, ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം. അല്ലാതെ ആണുങ്ങൾ പൊട്ടിയതും ചെറിയതൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ അവർ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിൽ തന്നെ കഴിക്കണം. എത്ര കുറച്ച് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് അവരുടെ വയറ് നിറച്ചതിന് ശേഷം മാത്രമേ വീട്ടിലെ സ്ത്രീകളുടെ വയറ് നിറയ്ക്കാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ ആ പഴയ ചിന്താഗതികൾ ഇപ്പോഴും തുടർന്ന് പോകുന്ന പല അമ്മമാരും എൻ്റെ കൺമുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ ആണുങ്ങൾ പുറത്തു പോയി, അവർ മാത്രമാണ് ഇപ്പോൾ വീട്ടിന് പുറത്ത് പോയി ജോലി ചെയ്യുന്നത്, അതും ഹെവി ജോലികളാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് അവർ കഴിച്ചേ പറ്റൂ. കാരണം അല്ലെങ്കിൽ ആ ജോലി ചെയ്യാനുള്ള എനർജി അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പണ്ടുള്ള അമ്മമാർ വീട്ടിലെ സ്ത്രീകൾക്ക് ഫുഡില്ലെങ്കിലും കുഴപ്പമില്ല, പുറത്ത് പോകുന്നവർക്ക് വയറ് നിറച്ച ഫുഡ് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് പക്ഷേ ഇപ്പോഴും ആ ഒരു ആയതുകൊണ്ട് അവർക്ക് വളരെ കൃത്യമായിട്ടും പ്രോപ്പറായിട്ടും ഫുഡ് കൊടുക്കണം. പെണ്ണിൻ്റെ വയറ് നിറഞ്ഞാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ആണുങ്ങൾ ചെയ്യുന്ന ഒരുപാട് വർക്കുകൾ, അതായത് ഇപ്പോൾ ആണുങ്ങൾ പുറത്ത് പോയി ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പെൺകുട്ടികളും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും ഇതുപോലെ ഈക്വൽ ട്രീറ്റ് കിട്ടേണ്ടതല്ലേ. പിന്നെ അപ്പോൾ ഇതൊക്കെ എനിക്കെന്തോ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള ചിന്താഗതികൾ. പിന്നീട് കണ്ടുവരുന്നൊരു സംഭവമാണ്, ആരുടെയും ബാക്കി ആണുങ്ങൾ കഴിക്കാൻ പാടില്ല. പക്ഷെ എന്നാൽ പെണ്ണാണെങ്കിലോ, നീ പെണ്ണല്ലേ, നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ ബാക്കി അല്ലെങ്കിൽ ആങ്ങളയുടെ ബാക്കി കഴിച്ചാൽ എന്താ പ്രശ്നം? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് അമ്മമാരുടെ സൈഡിൽ തന്നെ വരുന്നത്. അപ്പോൾ അതൊക്കെ എന്തിനാണ് അങ്ങനത്തെ ഓരോ പ്രവൃത്തികളെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഓക്കെ, ആരുടെ ബാക്കി കഴിച്ചാലും വലിയ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിന് ഇപ്പോൾ എനിക്ക് എൻ്റെ പിന്നെ അച്ഛൻ്റെ ബാക്കി കഴിക്കുന്നതിൽ എനിക്ക് മനസ്സിന് തൃപ്തിയാണെങ്കിൽ എനിക്ക് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. അതേപോലെ എൻ്റെ സഹോദരൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ബാക്കി കഴിക്കാൻ എൻ്റെ മനസ്സിന് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്ക് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. അതേപോലെ ഈ സെയിം സംഭവം അവരും കഴിച്ച് അവർ ചത്തൊന്നും പോവില്ലല്ലോ. ഒരു സഹോദരിയുടെ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ബാക്കി മകനോ പിന്നെ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക സഹോദരനോ കഴിക്കുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരാളുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സാണ്. അവർക്ക് കഴിക്കണ്ട. പക്ഷെ അത് കഴിക്കാൻ റെഡിയുള്ള ഒരാളെ അയ്യോ നീ ആണാണ്, നീ കഴിക്കല്ലേ, നീ അങ്ങനെ പെണ്ണുങ്ങളുടെ ബാക്കി നീ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ മക്കളെ അല്ലെങ്കിൽ ഭർത്താവിനെ പഠിപ്പിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ഓക്കെ എൻ്റെ ബാക്കി കഴിക്കാനുള്ളവളാണ് എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ ബാക്കി അതായത് പെണ്ണുങ്ങൾ പൊതുവേ ഞങ്ങളുടെ ബാക്കി കഴിക്കേണ്ടവരാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ താഴെ നിൽക്കേണ്ടവരാണ് എന്നുള്ളൊരു ചിന്തയാണ് അവരിൽ വളർത്തുന്നത് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വളരെ വ്യക്തമായും കൃത്യമായും പറയുകയാണെങ്കിൽ, ഒരു പെൺകുട്ടീനെ ഇത്തരത്തിൽ നിങ്ങൾ വളർത്തുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിൽ വളരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എനിക്ക് നല്ല ഫുഡുകൾ കഴിക്കാനുള്ള
ഒരു യോഗ്യത എനിക്കില്ല, അതിൻ്റെ ഒരു റൈറ്റ് എനിക്കില്ല, അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഉണ്ടാക്കിയ ഫുഡ് കുറച്ച് കഴിക്കാനുള്ള റൈറ്റ് മാത്രമേ എനിക്കുള്ളൂ എന്ന് ഓട്ടോമാറ്റിക്കായിട്ടും അവളുടെ മനസ്സിൽ വളർത്തിയെടുക്കും. അപ്പോൾ അവൾ എന്നും അത്തരത്തിൽ അവളുടെ നെക്സ്റ്റ് ജനറേഷനെ പഠിപ്പിക്കും. അപ്പോൾ എന്നും അത്തരത്തിൽ മാത്രം ജീവിച്ച് പോകേണ്ടവളാണ് പെണ്ണെന്നുള്ള രീതിയിൽ മകളെയും ഇത്തരത്തിൽ അത് നല്ല നല്ല ഫുഡ് കഴിക്കാൻ, അത് ആണുങ്ങളെ ആണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് രീതിയിൽ ഓക്കെ എനിക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്, പക്ഷേ പെൺകുട്ടികൾക്ക് അതില്ല എന്നുള്ള രീതിയിൽ മകനെയും പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. എത്രമാത്രം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ പല ഫ്രണ്ട്സുകളുടെ ഇടയിലും ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിലും എൻ്റെ സ്വന്തം കുടുംബത്തിലുമൊക്കെ കണ്ടുവരുന്ന ചില പിന്നെ രീതികളുണ്ട്. അതൊക്കെ ഒരുപാട് മാറ്റേണ്ട ടൈം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും ആ പഴയ രീതി തുറന്നുകൊണ്ട് പോകുന്നത് അത്ര ശരിയല്ല. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റഡായിട്ട് പറയുന്നു, ഒരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ പൊട്ടിച്ചെതറിയതായാലും ക്വാണ്ടിറ്റി കുറഞ്ഞതാണെങ്കിലും ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കഴിക്കാം. ആരും പട്ടിണി കിടന്ന് മറ്റുള്ളവൻ്റെ വയറ് നിറക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അതിൻ്റേതായ രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. പിന്നെ ഞങ്ങളിപ്പോൾ റീസെൻ്റായിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. എനിക്കറിയാം ഞങ്ങളുടെ വീഡിയോസൊന്നും അത്ര ക്വാളിറ്റി ഉള്ളതല്ല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഡ്രോബാക്സും ഞങ്ങളുടെ വീഡിയോക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. തരാം.